പ്രണയവിവാഹമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഡിവോഴ്സ് ആണ്. ആള് വേറെ കല്യാണം കഴിച്ചു. ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് അച്ഛൻ്റെ ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ, ആ ചതിക്കുന്ന ഫീലിങ്സ്, ആ ഒരു വേദന ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചു തന്നു. എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങ് അപ്പുറമായിപ്പോയി. അച്ഛൻ്റെ അമ്മയുടെ വാക്കും കേൾക്കാതെ ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്കിത് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക്. നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല ദൈവമേ. ഒരു ആവേശത്തിൽ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു യുവതിയുടെ ദുരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം കേൾക്കുക ഇടയായി. അതായത് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി 18 വയസ്സ് തികയുന്ന ആ സമയം തന്നെ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഒളിച്ചോടി പോകുകയുണ്ടായി. അത് കാരണം ആ കുടുംബത്തിന് വളരെയധികം മാനഹാനി സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി ആ കാമുകനോടൊപ്പം പോകുമ്പോൾ വീട്ടിലെ 10-13 പവനോളം എടുത്തു പോയി എന്നാണ്. അവര് ഒരു 6 മാസത്തോളം ജീവിക്കുന്നിടയിൽ ഈ കുട്ടി പ്രഗ്നന്റ് ആവുകയും അതേ തുടർന്ന് ആ കുട്ടി ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തുകയും ചെയ്തു. പിന്നീട് ഇവന്റെ സ്വഭാവം ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഇവനൊന്നും മദ്യപിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ വീട്ടിലേക്ക് വരും. ഇവളെ നല്ലതുപോലെ തല്ലും. അവസാനം അവൻ അവളെ ഉപേക്ഷിച്ചു. ഇന്ന് ആ പെൺകുട്ടി ഇപ്പോൾ 20 വയസ്സേ പ്രായമുള്ളൂ. വളരെ ചെറിയൊരു പ്രായമാണ്. അത് മാത്രമല്ല, ഒരു ജീവിതം തുടങ്ങുന്ന ഒരു പ്രായവുമാണ്. ഇന്ന് ആ പെൺകുട്ടി ഒരു കൊച്ചു കുട്ടിയുമായി ഒരാളുടെ വീട്ടിൽ, ആ വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. അത് ഏത് മതത്തിൽപ്പെടുന്നവരായാലും ശരി, നമുക്ക് ഈ പ്രണയം എന്നൊക്കെ, ഈ ഒളിച്ചോട്ടം എന്നൊക്കെ അതൊരു ആവേശമാണ്. ഒരു കുട്ടിയെ പ്രണയിക്കുന്നു, ഇപ്പൊ സോഷ്യൽ മീഡിയയിലോ മറ്റും ഒക്കെ പ്രണയിക്കുന്ന ഘട്ടത്തില് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള കാശും സ്വർണവും ഒക്കെ എടുത്തു കൊണ്ടുവരണമെന്ന് ഒരാൾ പറയുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കിയാൽ മതി, അവൻ നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ട്, അതായത് കാശിനും സ്വർണത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. പല ഒളിച്ചോട്ടക്കഥകളും പല സംഭവങ്ങളും നമ്മളിപ്പോൾ നിത്യേന കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ധിക്കരിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇതുവഴി ആ കുടുംബത്തിനുണ്ടാകുന്ന മാനഹാനി സമൂഹത്തിൽ തല താഴ്ത്തി നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിൽക്കാലത്ത് പോവുക.